ഒരു മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സമന്വിതനായ നേതാവായ നമ്മളിൽ പലരും ഏറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി ഞാൻ ആ പുസ്തകം കഷ്ടപ്പെട്ടാണ് വായിച്ചത്, ദയവായി എന്നെ പ്രകാശനക്കടയിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു വായന കൂടി ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ചിലപ്പോൾ ഒരു ആൾക്കാർ സദസ്സിരിക്കുന്നു. അപ്പൊ ഇനിയിപ്പോ വായനയുടെ തരംതിരിവിൽ അതുകൂടി അവർ ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് സദയം അഭ്യർത്ഥിക്കാറുണ്ട്. ഏതായാലും ബാലൻ മാഷ്ടർ പുസ്തകം ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമുണ്ടോ എന്നെനിക്ക് സംശയമാണ്. കാരണം നമ്മളിപ്പോൾ 4-5 പുസ്തകം ആയല്ലോ, 5ാമത് പുസ്തകമാണിത്. 4 പുസ്തകവും നമ്മൾ പരിചയപ്പെടുത്തി. ഇനി അതിന് പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. കാരണം ഇതിപ്പോൾ 5 പേരുകളിൽ ഈ 5 പുസ്തകങ്ങൾ നമ്മൾ പ്രകാശനം ചെയ്തു. ഏതെങ്കിലും ഒരു പേരിൽ ഈ 5 പുസ്തകത്തിലും ഉൾക്കൊള്ളിച്ച ലേഖനങ്ങൾ ഒന്നിച്ച് വലിയൊരു ബൃഹത് ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചാലും അത് സംഭവം കണക്കാണ്. കാരണം ഇതൊരു തുടർച്ചയാണ്, ഇതൊരു നൈരന്തര്യമാണ്. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ അതത് കാലത്തെ സമൂഹം അല്ലെ ഭാവി കാലത്തെ സമൂഹം അറിയണമെന്നും അവരെ അറിയിക്കണമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ബാലൻ മാഷ് എഴുതുന്നത്. അത് കുഞ്ഞൻ നമ്പ്യാരെ കുറിച്ചായാലും ബർട്രാൻഡ് റസ്സലിനെ കുറിച്ചായാലും യേശുദേവനെ കുറിച്ചായാലും അത് ശരിയാണ്. അപ്പോൾ ബാലൻ മാഷ് യേശുദേവനെ കുറിച്ച് എഴുതിയപ്പോൾ ഞാനത് വായിച്ചു ഞാൻ ചെയ്തു ഒരു സാഹചര്യം യേശുവിനെ പരിചയപ്പെടുത്തുന്ന ബാലൻ മാഷ് ലോകമാകെയുള്ള ആ ഒരു പുതിയ ജനങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു മതത്തിന്റെ ഭർത്താവ് ആവിഷ്കർത്താവൊക്കെ ആകുമ്പോൾ യേശു എന്നാൽ യേശുവിനെയും പരിചയപ്പെടുത്തണം, ഇങ്ങനെയും യേശുദേവനെ ലളിതമായി പരിചയപ്പെടുത്താം എന്ന് ആ ലേഖനം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വായിച്ചറിഞ്ഞാലേ മനസ്സിലാവും. അതുകൊണ്ട് ഇതിപ്പോ നമ്മുടെ ഈ മധുരത്തെക്കുറിച്ച് കുറേ പ്രഭാഷണം, ഓരോരുത്തരും മധുരത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുമ്പോൾ നമുക്കത് മധുരിക്കുന്ന ഓർമ്മയായി മാറും. പക്ഷെ മധുരം ഒന്ന് വായിട്ട് നിറഞ്ഞ് അനുഭവിച്ചു കഴിഞ്ഞാലാണ് അത് ശരിക്കും മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും മാഷുടെ പുസ്തകങ്ങൾ മിക്കവാറും വായിച്ചിട്ടുണ്ടാവും. ഭാഗ്യജന്മങ്ങളായാലും ജന്മസൗഹിത്യമായാലും സ്തോതവ്യ ജന്മങ്ങളായാലും മഹാഭാഗന്മാരായാലും അത് നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് ഇന്ന് പ്രകാശനം വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യ തേജസ്വികളാണ്. പേരിന്റെ ഒരു സാമ്യം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ പേരിൽ തന്നെ ഉണ്ട്. ഒരുപക്ഷെ ആ പേരങ്ങ് എടുത്തു മാറ്റിക്കളഞ്ഞാൽ മറ്റൊരു പേരാണ് ആ പുസ്തകത്തിൽ ഇട്ടത് എങ്കിൽ ആ പുസ്തകത്തിന്റെ ഗരിമ ഇങ്ങനെ ആകുമായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ഭാഗ്യജന്മങ്ങൾ, ഭാഗ്യം ചെയ്ത ജന്മങ്ങളാണ്. അതുപോലെ ജന്മസൗഹിത്യം, സ്തോതവ്യ ജന്മങ്ങൾ എന്നൊക്കെ പറയുന്ന വാക്ക് ആ പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികളെ വിശേഷിപ്പിക്കാൻ ആ വാക്കല്ലാതെ അതല്ലാതെ മറ്റാരുണ്ട് അല്ലെ മറ്റെന്തുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന കാലഘട്ടത്തില്ല. ഈ വാക്കല്ലാതെ മറ്റേത് വാക്ക് എന്ന് നമുക്ക് മോശം പരിഹരിക്കാം. അതൊരു ധിക്കാരമാകില്ല. മറ്റു പലരും ധിക്കാരമൊക്കെ ആയി നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. ബാലൻ മാഷിനെ സംബന്ധിച്ച് മറ്റൊരു അതിശയം, അദ്ദേഹത്തിന്റെ ജന്മ ദിവസം പുസ്തകത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചതുകൊണ്ട് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. 1939 അല്ലെങ്കിൽ ഇത്രയൊക്കെ എഴുതുന്ന ഒരു മനുഷ്യന്റെ പ്രായം അങ്ങനെ പറയുമ്പോൾ അയ്യോ ഇത് പ്രായമായ ഒരു നമ്മൾ ചിന്തിക്കും. പക്ഷെ അത് അപാകമല്ല, കാരണം പുസ്തകത്തിൽ അത് അച്ചടിച്ചിട്ടുണ്ടല്ലോ. 87 വയസ്സ്. ഈ 87ാം വയസ്സിലാണ് ഇദ്ദേഹത്തിന്റെ 5ാമത്തെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പ്രായത്തിൽ തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും അത്ര പ്രായമായിട്ടില്ല. അതിൽ 1-2 പതിറ്റാണ്ടൊക്കെ കുറച്ച് 3-4 പതിറ്റാണ്ടൊക്കെ കൂടുതൽ ആൾക്കാരുണ്ടാകും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പേര് വീണ്ടും പറഞ്ഞില്ല, അല്ലെങ്കിൽ സുഹൃത്തായിരുന്നു പറഞ്ഞോളൂ. ഇന്ത്യത്തിൽ പ്രായമായില്ല, അതിലും എല്ലാവരും കൊച്ചു മാളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ പ്രായം കുറഞ്ഞ തലമുറയിലെ അംഗങ്ങളാണ്. എന്നാൽ പോലും നമുക്ക് ഇതിലെ ഒരു ലേഖനം ഒരു ദിവസം വായിക്കാൻ പറ്റുമോ? സാധിക്കുമെന്നുള്ള സംശയമാണ്. അതൊരു സാഹസമായി മാറും. അപ്പൊ ഇത്തരം പുസ്തകങ്ങൾ, ഈ പുസ്തകം ഈ പ്രായത്തിൽ ബാലൻ മാസ്റ്റർ എഴുതുന്നു എന്നുള്ളത് അത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പരിചയപ്പെടുത്തേണ്ട ആ വാക്ക്. 87ാം വയസ്സിൽ ഉള്ള ഗ്രന്ഥകാരന്റെ പുസ്തകം ഗ്രന്ഥ അത് ഏറ്റവും വലിയ പരിചയപ്പെടുത്തലാണ്. അതിന്റെ സാഹിത്യ മൂല്യമോ അല്ലെ അതിന്റെ ഭാഷ പിന്നെ
ചെയ്യേണ്ടതില്ല. ആ പരിചയപ്പെടുത്തൽ കൊണ്ട് തന്നെ ആളുകൾ ചോദിച്ച് വാങ്ങും പുസ്തകം, അതിന്റെ വില മനസ്സിലാക്കി. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ വിലയൊന്നും മനസ്സിലാകാത്ത ആൾക്കാരോട് ഇതിലുള്ള ഉള്ളടക്കത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെയാണ്. കണ്ടാൽ അറിയുന്നവൻ കൊണ്ടാൽ അറിയും എന്ന് പറയാറ്. കൊണ്ടാലും അറിയാത്തവരോട് പിന്നെ കണ്ടിട്ട് പറഞ്ഞ് പഠിപ്പിച്ചതിന്റെ കാര്യമില്ല. അതുകൊണ്ട് ഇതൊന്നും പറയേണ്ടതില്ല. മാഷുടെ പ്രായവും മാഷുടെ ഭാഷാപരിചയവും അധ്യാപന പരിചയവും മാഷുടെ സ്വഭാവവും മാഷുടെ രീതികളും ഒക്കെ നമ്മൾ അവലോകനം ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈ സൂര്യ തേജസ്വികളെ പരിചയപ്പെടുത്താനുള്ള ആമുഖം എന്നെനിക്ക് തോന്നുന്നു. ഇത് ഒരു 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 കെണിയിലകപ്പെട്ട് എനിക്ക് ഇതിന്റെ അവതാരിക എഴുതിയിട്ടുള്ളത്. അതൊരു കെണിയായിരുന്നു എന്നെനിക്ക് പിന്നെ ബോധ്യപ്പെട്ടു. എന്നോട് സുഹൃത്ത് ദിലീപൻ ഇതൊന്ന് എഴുതണം എന്ന് പറഞ്ഞു. ഞാനും ബാലഭാഷ പുസ്തകത്തിൽ അവതാരിക്കുക പുള്ളിപ്പള്ളിയൊക്കെ കൊണ്ട് പറഞ്ഞ ആവാലൊക്കെ നമുക്കറിയാലോ. അപ്പൊ അതൊക്കെ ജനത്തെ എല്ലാ പ്രകാശം ചടങ്ങും പതിയില്ല, അതൊന്നും മറന്നു പോകാറില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ കഷ്ടപ്പെട്ട് വായിച്ച, നമ്മളിൽ പലരും കഷ്ടപ്പെട്ട് വായിച്ചിട്ടും തീർക്കാനാവാത്ത പുസ്തകത്തെ അതിന്റെ തുടർച്ചയായ പുസ്തകത്തിന്റെ അവതാരിക ഞാൻ എഴുതിയാൽ അതൊരു ചേർച്ചക്കുറവാകും, അതൊരു അഭംഗിയായേക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വിസമ്മതിച്ചു. എനിക്ക് ആവാത്തത് കൊണ്ടാണ്, മറ്റൊരു പത്മസമൊന്നുമില്ല. നമ്മൾ അങ്ങനെയാണ് വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. പിന്നെ പലപ്പോഴും സുഹൃത്തുക്കളൊക്കെ തന്നെ പറയും എല്ലാം വേണ്ടാത്ത പണിക്ക് നിന്ന് ബാലഭാഷ ബുക്കാതെ എനിക്ക് അറിഞ്ഞു ഈ എഴുത്താ കൊണ്ടാത്ത വെറുതെ താങ്ങണം എന്ന് ചോദിക്കും സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഞാൻ വയ്യ എന്ന് പറഞ്ഞു. പിന്നെ ദിലീപൻ അതിൽ മറ്റൊരു അസ്ത്രമെടുത്ത് ഉപയോഗിച്ചു. ബാലൻ മാഷ് ഇത് പറഞ്ഞിരുന്നു, ബാലൻ മാഷ് ഇതിൽ താല്പര്യം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ബാലൻ മാഷ് താല്പര്യം പറഞ്ഞിരുന്നു അതെനിക്ക് വലിയ എന്ന് പറയാം. അത് സത്യമായിരുന്നു, ദിലീപനെ അസത്യം പറയാൻ അങ്ങനെ പറയാം. ബാലൻ മാഷ് താല്പര്യം പറഞ്ഞിരുന്നു. ഞാൻ ബാലൻ മാഷ് താല്പര്യം പറഞ്ഞെങ്കിൽ ഒന്നുകിൽ മാഷിന്റെ തെറ്റിദ്ധാരണ വളരെ വലുതാണ്, എങ്കിൽ പോലും ഞാൻ അംഗീകരിക്കണം. അല്ലെങ്കിൽ മാഷിന്റെ ധാരണ വളരെ ശരിയാണ്, അങ്ങനെയായാലും ഞാൻ അംഗീകരിക്കണം. അപ്പൊ ഞാനത് ഏറ്റെടുക്കുക. പണ്ട് പരശുരാമനുമായുള്ള ഒരു സംവാദത്തിൽ ശ്രീരാമൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നിങ്ങ് തന്നാലും ഞാനാകിലോ കുലച്ചീടം, അല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക വേണ്ട. പരശുരാമന്റെ നീയല്ലോ ശൈവശാപം ഖണ്ഡിച്ചത്, എന്റെ കയ്യിലും ഉണ്ടൊരു ശാപം എന്ന് പറഞ്ഞ് വില്ല് കൊലക്കാൻ വാശി പിടിച്ചപ്പോ ഒരു പരിഹാസത്തിന്റെ ഒരു കളിയാക്കത്തിന്റെ പട്ടോളം ആ വാശിയ അഭ്യർത്ഥന മാറിയപ്പോ ശ്രീരാമൻ പറഞ്ഞു, ഇത് തന്നെ ഞാൻ കുറച്ച് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് വേണ്ടി വന്നത്. അതുകൊണ്ട് അതിൽ എന്തെങ്കിലും പോരായ്മയില്ലെങ്കിൽ വായനക്കാർ സാധ്യം ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാൻ. ഇതിൻ്റെ അകത്തൊരു കെണി എന്താന്ന് വെച്ചാൽ പിന്നെ ദിലീപൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തെല്ലാം എഴുതിയിട്ടുണ്ട്? എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ ഏതൊക്കെ മാസികകളുണ്ട്, ബാലമാസിക തൊട്ട് മുതിർന്ന മാസികകൾ വരെ പല ഘട്ടങ്ങളിലും പലരും എഴുതിയിട്ടുണ്ട്. മുതിർന്ന മാസികയിൽ ഇപ്പൊ കുറച്ച് നാളായിട്ടില്ല, അതുവരെ എല്ലാ ഘട്ടത്തിലും നമ്മൾ ചട്ടത്തിലും വെള്ളിരിക്കുകയാണ്. ഉച്ചക്ക് വൈകിട്ടെന്താ വെള്ളിരിക്കാൻ ചട്ടത്തിലും എന്ന് പറഞ്ഞതുപോലെ ഞാനും ജനത്തിനും പിന്നെ ദിലീപനും പിന്നെ ബാലഭാഷയ്ക്ക് വന്നതിനും ബാലഭാഷയും ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മുടെ സൂര്യ ഭാഷയുടെ കയ്യിൽ തരുന്ന അങ്ങനെയുള്ള ലേഖനങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഞാൻ എഴുതിയത് എനിക്ക് തന്നെ ഓർമ്മയില്ല, ഏതൊക്കെ പേരിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്റെ പേരെനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ മോശത്തെ, അത് അന്ന് ഇതുവായില്ല. ഏതൊക്കെ പേരിൽ നിന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അല്ലാതെ ഒരേ പേരിട്ടാലും ഒരു മോശത്തെ